അപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശിലെ ഡൽഹൌസി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ വിടുകയാണ്. എടാ ഇതാണ് റൂം. ഇത്രയും ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള റൂമിന് നമുക്ക് ചാർജ് ആയിട്ടുള്ള വെറും 600 രൂപയാണ്. അപ്പോൾ അതാണ് നമ്മൾ ബുക്ക് ചെയ്യുമ്പം അതിനനുസരിച്ച് നോക്കി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും പൈസ. അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങൾ കണ്ടു, ടി വി ഉണ്ട്, അതുപോലെ കണ്ടോ ഇരിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്, ചുടുവെള്ളമുണ്ട്, പിന്നെ നല്ല ബാത്റൂമായിരുന്നു, നല്ല അടിപൊളി റൂമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഡൽഹൌസി വിട്ടിട്ട് ഇനി ജമ്മുവിലേക്ക് പോവാണ്. ജമ്മുവിൽ പോണ റൂട്ട് പറഞ്ഞല്ലോ ഏതാന്ന് പോലും മീൻസ് അറിയാം. ഗൂഗിൾ മാപ്പിനെ മാത്രം ഡിപ്പെൻഡ് ആയിട്ടാണ് പോണത്. വേറെ അത് വ്ളോഗും കാര്യങ്ങളൊന്നും നോക്കിയിട്ടും അങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ ആരും പോയിട്ട് വ്ളോഗ് പോലും ഇല്ല. അപ്പം ഇന്നത്തെ ഒരു എക്സ്പെരിമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ തന്നെയാണ്. അങ്ങനെ റൂട്ട് ഉണ്ടോയെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരും പറഞ്ഞ് ചിലപ്പം ഗൂഗിൾ മാപ്പിലാണ് റൂട്ട് കാണിക്കാം, പക്ഷേ നേരിട്ട് പോയാൽ ചിലപ്പോൾ റൂട്ടൊന്നും കാണില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇനി എവിടെയെങ്കിലും പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും വല്ല കുടിലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് മൂടി കിടന്നുറങ്ങിയിട്ട് ബാക്കി നാളെ രാവിലെ നോക്കാം. സമയം ഇപ്പോൾ 8:45. ഏകദേശം 6.5 മണിക്കൂർ കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. പക്ഷേ നമ്മളൊരു 3 മണിക്കൂർ കൊണ്ട് എക്സ്ട്രാ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 7, 8, 9. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം ഒരു 6 മണിയാകുമ്പോഴേക്കും എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് വൈകുന്നേരം. റോഡ് നമ്മൾ പ്രതീക്ഷിച്ച മാതിരി പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ചുണ്ടൊക്കെ. അപ്പോൾ ചെറുകുടൽ വൻകുടലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ വളഞ്ഞ് പൊളഞ്ഞ്. പിന്നെ ഇവിടുന്ന് ചമ്പ പോകുന്നില്ല, ബദ്രി, പിന്നെ ബദ്രി, ജൻഡ്രേറ, പൂണ്ട, ജമ്മു. ഇതാണ് സംഭവം. ഇത് അതെ ഏതോ ഗ്രാമമാണ്. പോയി നോക്കാം. അവിടെ ചിലപ്പം മഞ്ഞൊക്കെ ഐസ് ഉണ്ടാവുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പോയി നോക്കാം എന്തായാലും. ഇതാണ് റൂട്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം സെറ്റാണ്. Since my hair got cut and dyed, അടിപൊളി വ്യൂ ആണ്. പിന്നെ വേറൊരു കാര്യം നോക്കണം കേട്ടോ, ഇതിനൊന്നും ഒരു കൈവരി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഭയങ്കര ഒരു എന്താ പ്രൊട്ടക്ഷനൊന്നുമില്ല സൈഡിൽ കാര്യങ്ങളൊന്നും. ഏതോ ഒരു നദിയോ പുഴയോ എന്തുവാണ്. and I've had 7 days since I tried to rip a chapter out my mind. I've tried, and his laugh is just as soft as yours, smiling just as wide. He could be what I like, and his voice is just as dark as yours, freckles just as light. Could be what I desire. Still feels like my hands are tied, hands are tied, hands are tied. 'Cause he's got those stranger eyes, stranger eyes, stranger eyes. And he could be what I like, what I like, what I like. But he's got those stranger eyes, stranger eyes, stranger eyes. അവിടെ ഒരു ഡാം കണ്ടോ? ഇതാണ് ഹിമാചൽ പ്രദേശിലെ ചമേര ഡാം. നമ്മളതിൻ്റെ മേലെ കൂടെയാണ് വന്നത്. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞതാ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ വന്നതാ. അപ്പോൾ ശരിക്കും അതിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ 1, 2, 3, 4, 5, 6, 7, 8 മറ്റേ ഇതില്ലോ ഷട്ടർ. അതിൽ ഒരു ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ. അതെ, അതും കുറച്ചേ തുറന്നിട്ടുള്ളൂ. അതിൻ്റെ സൂം ചെയ്ത് കാണിക്കാം അതിൻ്റെ കാര്യങ്ങൾ.
നമ്മൾ നേരത്തെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വെള്ളം കണ്ടിരുന്നല്ലോ, അതതിൻ്റെ റിസർവോയറായിരുന്നു. അപ്പോൾ അത് ഒരു ഇത് തുറന്നിട്ടുണ്ട്. പക്ഷെ താഴേക്ക് അത്ര ഒഴുക്കൊന്നും കാണില്ല, ചെറുതായിട്ട് ഒഴുക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ പരിസരം. ഇവിടെ അടിപൊളിയാണ്. അപ്പം നമ്മളിങ്ങനെ പതുക്കെ വന്ന് ഇപ്പോൾ സമയം 9:45. നമ്മളൊരു താഴ്വാരത്ത് ഒരു ചെറിയൊരു കുഞ്ഞ് കണ്ട ഒരു കടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. അതുണ്ടോ നല്ല അടിപൊളി മലനിരകൾ. താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുഴയാണ്. വെള്ളം കുറവാണ്, പക്ഷേ അത് ആ ഡാമിൽ നിന്ന് തുറന്നു വിടുന്നതനുസരിച്ച് ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. ഫ്രഞ്ച് ഫ്രൈസൊക്കെയാണ് കാണുന്നത്. വെറൈറ്റി അടിക്കാം. കണ്ടോ, ഇതാണ് നമ്മളെ കടയുടെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണിത്. ഈ വീടൊക്കെ എങ്ങനെ നിൽക്കണം എന്നുള്ളത് കണ്ടോ, ഇവിടെ വീട്, ഈ വീടൊക്കെ എങ്ങനെ നിൽക്കണം എന്നുള്ളതിന് ഭയങ്കര അത്ഭുതമാട്ടോ. കാരണം ഒരു ചെറിയ നാരോ ആയിട്ടുള്ളൊരു സ്ഥലമേ ഉള്ളൂ. അവിടെയാണ് ആ കോർണറിലായിട്ട് വീട് വെച്ചിട്ടുള്ളത്. ഈ രണ്ട് സൈഡിലും ഈ പുഴ ഇങ്ങനെ ഒഴുകാണ്. അപ്പോൾ ഞാൻ ആ സാധനം കണ്ടപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസാന്ന് വിചാരിച്ചു. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, അവരെന്തോ വേറെന്തോ വറുത്താണ്. പിന്നെ കണ്ടോ അവിടെ ഹോം മെയ്ഡ് അച്ചാറ് കാര്യങ്ങളുണ്ട്. എനിക്ക് അച്ചാറിന് ഹോം മെയ്ഡ് അച്ചാറുണ്ട്. കണ്ടോ, ഈ വലിയ ജാറിലാക്കിയിട്ടൊക്കെ ലൂസായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ക്യാ ഓ മാംഗോ, ആംല, ലെമൺ, നിമ്പു, നെല്ലിക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ട്. അല്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഉള്ളിവട ഉണ്ട്. ഞാൻ കുറച്ച് ഉള്ളിവട പറയുന്നു. ഉള്ളിവട പറഞ്ഞാൽ പക്കവട പോലെയാണ്. അതും ഒരു സമോസയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രെഡും ജാമും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നോൺ വെജ് കിട്ടില്ല. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസാന്ന് വിചാരിച്ച സാധനം കേട്ടോ ഇത്. ഈ സാധനം നമ്മൾ സാധാ 6 റൂട്ടിൽ 6 നമ്പറില്ലേ, അതിൻ്റെ ടേസ്റ്റ്. പിന്നെ എണ്ണയിൽ മുക്കിയിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ച സാധനം. ബ്രെഡും ബട്ടറും ഉണ്ടാക്കുന്നുണ്ട്. അതൊന്ന് സമൂസ ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റും ഇല്ല, അത്രയും ടേസ്റ്റ് കുറവല്ല. സമ്മിശ്രം. അപ്പോൾ പങ്കജ് ഉദാസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്ങിലൊന്നായ ആ പാട്ടും കേട്ട് കുന്നിൻ്റെ ചെരുവിൽ അല്ലെങ്കിൽ വലിയ താഴ്വാരത്തിരുന്നിട്ട് നമ്മൾ ഉള്ളിവട ഉണ്ട്, പിന്നെ ബ്രെഡ് പൊരിച്ചുണ്ട്. ബ്രെഡ് ഇങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടറാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മൂപ്പര് നല്ല പൊരിച്ചുണ്ട്. പിന്നെ ഹോം മെയ്ഡ് പിക്കിളുണ്ട്, അത് കൂട്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ സോസ് എല്ലാം ഉണ്ട് കേട്ടോ, വേറെ ലെവൽ വൈബാണ്. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉള്ളിവട പൊളിയാണ്, നല്ല ക്രിസ്പി സാധനം.
പൊളി. അച്ചാറും ടേസ്റ്റ് നോക്കാം. വെറൈറ്റി അച്ചാർ. മുളകുണ്ട്, മാങ്ങ തോന്നുന്നു, ഇഞ്ചി ഉണ്ട്. ഇഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. ഓവറായിട്ട് ഉപ്പോ ഓവറായിട്ടുള്ള മുളക് എരിവോ ഒന്നുമില്ല. ബ്രെഡോടെ അടിപൊളി അല്ലേ? ബ്രെഡ് പൊരിച്ചാലും ബ്രെഡും കൂടി നല്ല ഒരു രക്ഷമില്ല. ബായ് എക്ദം അച്ഛാ ടേസ്റ്റ്. പൊളി വെറൈറ്റി കാണാം. 2 സോസ് ഉണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് 2 സോസും നമ്മൾ തൊട്ടിട്ടില്ല. ഈ സാധനം തന്നെ അച്ചാറില്ല, മിക്സിങ് ആണ്. ഇഞ്ചിയുണ്ട്, മാങ്ങയുണ്ട്, ചെറുനാരങ്ങയുണ്ട്, മുളകുണ്ട്, ബീട്രൂട്ട് ഉണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. കെമിക്കലായിട്ട് ഒന്നുമില്ല, കെമിക്കൽ ഫ്രീ ആണ്, ഹോം മെയ്ഡ്. നമ്മളെ തട്ടുകടയിലെ ചേട്ടൻ നമ്മളെ ത്രസിപ്പിച്ച് എന്ന് തന്നെ പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം അതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടി. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടോ ഈ തട്ടുകട ഈ ഒരു വളവിലാണ്. ഈ ഒരു കട മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഒരു മല, പിന്നെ 2 മല, 3 മല ഇങ്ങനെ ചുറ്റി ഇറങ്ങി ഇങ്ങനെ വരുന്നു. അപ്പം ഈ ഒരു കട മാത്രം ഒറ്റപ്പെട്ട് ഇങ്ങനെ ഒരു സൈഡിലിങ്ങനെ നിൽക്കുക. അങ്ങനെ കയറി നോക്കിയപ്പം നമ്മുടെ പങ്കജുദാസിൻ്റെ, പങ്കജുദാസ് എന്നൊക്കെ പറയാൻ എൻ്റെ ഫേവറേറ്റ് ഗസലാണ്. ഗസൽ ഗായകനാണ് മൂപ്പരുടെ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് അവിടെ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് ആ പാട്ട് കേട്ട്, പിന്നെ അതേപോലെ തന്നെ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഉണ്ടാക്കി തന്നു. ആ അച്ചാറ് പോലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. കാരണം കെമിക്കലായിട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അച്ചാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പായിരിക്കും, പിന്നെ അതേപോലെ ഭയങ്കര ഒരു ചൊവയായിരിക്കും, പക്ഷേ ഇത് അങ്ങനെ ഒന്നുമല്ല. എല്ലാം കറക്റ്റായിരുന്നു. എല്ലാ ചേരുവകളും നല്ല അടിപൊളിയായിട്ട് ചേർത്ത് നല്ല സെറ്റ് സാധനം. അത് ഞങ്ങൾക്ക് ഒരു കുപ്പിയുടെ അടിഭാഗം അങ്ങോട്ട് തന്നു. അത് ഞങ്ങളങ്ങോട്ട് വടിച്ചെടുത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ചേട്ടനെയും കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി ഏകദേശം 100-200 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം പോകാനുണ്ട്. എന്തായാലും ഇതുവരെയുള്ള റോഡ് കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു, നല്ല വൈബായിരുന്നു. ഇനി അങ്ങോട്ടുള്ള എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളൊരു മുട്ടായി എടുത്തിട്ടുണ്ട്. നല്ല നീളം മുട്ടായി. സംഭവം വെറൈറ്റി ഫ്ലേവറാണ്. ചോക്ലേറ്റും പാനില്ലേ നമ്മുടെ വെറ്റില, അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറിലൊരു മുട്ടായി ആട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നല്ല ഒന്നാന്തരം വെറൈറ്റി സാധനമാണ്. കാരണം തരാം, ഈ പച്ച കാണുന്നതാ ഈ നടുവിൽ സ്റ്റിക്കിൻ്റെ കാണിച്ചു തരാം. ഇതണ്ട കംപ്ലീറ്റ് ടോട്ടലി സ്റ്റിക്കാണ്. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പച്ച അത് വെറ്റിലൻ്റെ ടേസ്റ്റാണ്, ഫ്ലേവർ. ബാക്കിയെല്ലാം ചോക്ലേറ്റാണ്. നല്ല ടേസ്റ്റിയാണ് സാധനം, വെറൈറ്റിയാണ്. ഇവിടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പാനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. വെറ്റില, മുറുക്ക് അറിയാമല്ലോ, തമ്പാക്ക്. അപ്പം ഏതോ നല്ലൊരു ബുദ്ധിയുള്ള ഒരുത്തൻ ചെയ്തു വെച്ച പണിയാണ്. അത് വെറ്റിലയും ചോക്ലേറ്റും മധുരം കൂടി ഉണ്ടായാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന്. പക്ഷേ അതെന്തായാലും വിജയിച്ചെന്ന് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളിവിടുന്ന് യാത്ര തുടരുകയാണ്. ഓക്കെ, बहुत शुक्रिया आपका. खाना है ना अच्छा है, आपका पिकल है ना, ये गानी चाटन आपका, ये पूरा ये प्लेस पूरा अच्छा है. ये मेरा फेवरेट सिंगर है ना.
हाँ पंकज उदास हाँ ओके मेरा फेवरेट सॉन्ग है वो एक प्यार का नगमा है ना हाँ ये करेक्ट टाइम करेक्ट सॉन्ग करेक्ट मौसम ठीक है थैंक यू सो मच ओके അപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പോലീസിൻ്റെ ഹിമാചൽ പ്രദേശ് പോലീസിൻ്റെ ഒരു ചെക്കിങ്, അതായത് കണ്ടോ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഴുതി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നമ്മളെ രാജാവ് അവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇതൊരു പ്രൊജക്റ്റാണ്, ഒരു നമ്മുടെ ഡാമില്ലേ ഡാം, അതേപോലെ നമ്മുടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. ആ പവർ സ്റ്റേഷൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഈ ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായി ഡീറ്റെയിൽസ് എഴുതി കൊടുത്താൽ മാത്രമേ ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുള്ളത് ഹിമാചൽ പ്രദേശിലെ ചാമ്പ ഡിസ്ട്രിക്റ്റ് ഖൈരി സേവാ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രിഡ്ജാണിത്. ഖൈരി ഡിസ്ട്രിക്ട് ഖൈരി ചമ്പ. ഓക്കെ, എൻ്റെ ID പ്രൂഫും കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് നമുക്ക് ട്രാവൽ റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ വീണ്ടും നിർത്തിയാണ്. കണ്ടോ ഒരാളും മനുഷ്യനില്ലാത്ത ഏരിയയാണ്. ഷാറ ഒരു 3 കിലോമീറ്റർ കൂടി പോലെ ഷാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും. SHARA ഷാറ. അത് ഇപ്പം നമ്മൾ ജമ്മു കാശ്മീരിലാട്ടോ, നമ്മൾ ഹിമാചൽ നമ്മൾ നേരത്തെ ഇത് എഴുതി കൊടുത്തിരുന്നല്ലോ. അതിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിമാചൽ പ്രദേശിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും ബോർഡറായിരുന്നു. അവിടെയാണ് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തത്. അപ്പം അതെല്ലാം കടന്ന് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ചെറുകുടലും വൻകുടലും പോലെ വന്ന് ഏകദേശം ഇപ്പോൾ ഷാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു 3 കിലോമീറ്റർ കൊണ്ടുള്ളൂ. അതിൻ്റെ അടുത്ത് കണ്ടോ ഒരു അടിപൊളി ഇതൊരു താഴ്വാരാണ് കേട്ടോ. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മണ്ണിടിച്ചിലാണ്. അപ്പം എല്ലാം മണ്ണിടിഞ്ഞിട്ട് കണ്ടോ ഈ മേൽഭാഗത്ത് നിന്ന് എല്ലാം കണ്ടോ മേലിൽ നിന്നെല്ലാം താഴേക്ക് ഇടിഞ്ഞിടിഞ്ഞ് വേണ്ടി നമ്മൾ വരുന്ന വഴിയെല്ലാം കണ്ടോ ഇതേപോലെ പൊളിഞ്ഞ് കിടന്നിട്ട് അവരിങ്ങനെ റോഡ് ഇങ്ങനെ സെറ്റാക്കി എടുക്കുക. ഇനിയിപ്പോൾ അടുത്ത മഴക്കാലത്ത് വീണ്ടും ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും. കണ്ടോ വൻ ഡേഞ്ചറാണ്. ഇതിപ്പോൾ നമ്മൾ താഴെ എത്തി ഏകദേശം. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് വീണാലും നമുക്കൊന്നും പറ്റില്ല. പക്ഷേ ഇതാണ്ട് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ മേലെ കൂടെ നമ്മൾ വന്നു. ഇതിൻ്റെ മേലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈവരിയൊന്നുമില്ല, ഇതേപോലെയാണ് സംഭവം. കണ്ടോ ഇവിടെ ഒന്നുമില്ലല്ലോ. കണ്ടോ ഇത് എഡ്ജാണ് പിന്നെ ഇതിൻ്റെ റോഡിൻ്റെ, ഇവിടെ ഒന്നുമില്ലല്ലോ. ഇതേപോലെയാണ് സംഭവം. കുഞ്ഞു അല്ലെങ്കിൽ ചെറിയ റോഡുകൾ, അതുപോലെ തന്നെ അടിഭാഗം പൊള്ള, അതായത് വെള്ളം ഇങ്ങനെ താഴേക്ക് പോയിട്ട് അടിഭാഗം ഇങ്ങനെ പൊള്ളായിട്ട് ഈ റോഡ് എപ്പോൾ ആണെങ്കിലും വീണ് കിടക്കാവുന്ന രീതിയിലൊക്കെ ഉള്ള വഴികളൊക്കെ ആയിരുന്നു. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു, അഡ്വഞ്ചർ ആയിരുന്നു മോസ്റ്റ്ലി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വ്യൂ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്. ഇതാ നേരത്തെ ഒരു ഡാം കാണിച്ചിരുന്നില്ല, ആ ഡാമിൻ്റെ ഒക്കെ വെള്ളമായിരിക്കും ഇങ്ങനെ വരുന്നത്. കുടിക്കാനും വെള്ളമില്ല. അപ്പം ഇന്ന് സംഭവം എന്താ വെച്ചാൽ നമ്മൾ അത് അവിടുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ വെച്ചാൽ ജമ്മു കാശ്മീരല്ല, അപ്പോൾ നല്ല തണുപ്പും മഞ്ഞൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളും അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ വിചാരിച്ചത് അങ്ങനെയാണ്. ഏകദേശം ഇതാണ്ടാ താഴ്വാരം ഏകദേശം ഇങ്ങനെ ആയിരിക്കും എല്ലാം. നല്ല എന്താ പറയുക മഞ്ഞുണ്ടാവും, പിന്നെ കർഷകരുണ്ടാവും, ആടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ സംഭവം അങ്ങനെയൊന്നുമില്ല, ഒരു പട്ടി പോലും ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലം. പിന്നെ കുറേ കുതിരകളുണ്ടായിരുന്നു, കുറേ എന്താ പറയുക കഴുതകളും, പിന്നെ കഴുതയും കുതിരയും ചേർന്ന വേറെ എന്തൊക്കെയോ സംഗതികൾ, പോണിയോ എന്തോ സാധനം, അങ്ങനെയൊക്കെ കുറേ സംഗതികളുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ അതിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് 1-2 ആൾക്കാരുണ്ടാവും. വേറെ ഒന്നുമില്ല. വിജനമായ സ്ഥലം എന്ന് പറയാം, വിജനമായ സ്ഥലം കേട്ടോ. അതെ, റൂട്ട് 3G. അത്യാവശ്യം നല്ല ചൂടുണ്ട്, നമ്മൾ ഇത്രയും ചൂട് പ്രതീക്ഷയില്ല. എന്തായാലും 2 ദിവസമായിട്ട് നല്ല തണുപ്പത്തിരുന്നുണ്ടേ, അപ്പോൾ കറക്റ്റ് ചൂടും കിട്ടി. കണ്ടോ ഇപ്പുറത്തെ ഭാഗം നോക്ക്, ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണാണ് കണ്ടോ. എന്നിട്ട് ഇനി പൊളിയാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ഇതൊക്കെ വേലിയൊക്കെ താൽക്കാലികമായിട്ട് കെട്ടിക്കണം, അതൊന്നും കാര്യം ഉണ്ടാവില്ല. കണ്ടോ ഒരു കുഞ്ഞ് അവിടെ എന്തൊക്കെ ഒരു വീടെന്തോ ഉണ്ട്, ഒറ്റ വീടുണ്ട് അവിടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി കാശ്മീരിലേക്ക് മറ്റിടത്ത് കിടക്കുമ്പോൾ കുറച്ച് മഞ്ഞ് കിട്ടുമായിരിക്കും. ഇതാണ് ഇവിടുത്തെ റോഡ്. കാരണം എല്ലാം പൊളിഞ്ഞു പോയിട്ട് ആവില്ല, ഒരു സാധനമില്ല. ബാക്കിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, മൊത്തം പൊളിഞ്ഞിട്ടുണ്ട്. और स्नोफॉल वगैरह भी नहीं होगा? स्नोफॉल परसों तो हुआ है, अच्छा हो गया।
अब जो है ना बात हाँ, हाँ। पहले इधर होता है हमारे इधर पे ऊपरी होता है ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. അപ്പം കടയിൽ നിന്നാ സോഡ എല്ലാം കുടിച്ച് നമ്മുടെ രാജാവും കടയിലെ അപ്പൂപ്പനും കൂടി കംപ്ലീറ്റ് രാഷ്ട്രീയം പറയണം. അപ്പം അതിനിടയ്ക്ക് ഞാനിവിടെ ഒരു മാവ് കണ്ടപ്പോഴേ വല്ലത് കിട്ടുമോ വേണ്ടി കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ്. ചെറിയ പക്ഷെ മാങ്ങ ഒന്നും ആയിട്ടില്ല, കുഞ്ഞു കുഞ്ഞു മാങ്ങ. ടേസ്റ്റ് എന്താന്ന് ചെറുതാണ്, ഇത്രയേ ഉള്ളൂ. ഭയങ്കര കയ്പ്പ്, ഭയങ്കര കയ്പ്പിടാം. പുളിയുമില്ല, നല്ല നല്ല കയ്പ്പുള്ള തോലാണ്. പിന്നെ അവിടെ ഒരു മരം കാണുന്നു, പക്ഷെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. കേട്ടോ, അവിടെ ഒരു മാവ് കണ്ട്. കുറച്ച് വലുതുള്ള കിട്ടിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പം ഇത്രയും നേരം വന്നതിന് ശേഷം നമുക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കടക്ക് ശേഷം കുറേ നേരം നമ്മൾ വന്നതിന് ശേഷം ആകെ ഒരൊറ്റ കട മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതാണ് ഇവിടെ ഒരു ടൗണായിട്ട് കാണിക്കുന്നത്, അതാ രസം. ഞാൻ പറഞ്ഞില്ല, ഒരു ഷാറാന്നും പറഞ്ഞിട്ടൊരു 3 കിലോമീറ്റർ, അതാണിത്. നല്ലൊരു വ്യൂ കണ്ടോ, കുറച്ചൊരു പച്ചപ്പ് ഇപ്പോഴാണ് കാണുന്നത് പോലെ ഒരു ഉണ്ട്. ഫ്രണ്ട് ക്യാമറ എടുക്കാം. ആ ഒരു വശപ്പശകല്ലേ ഈ മലയെല്ലാം ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് ഉണ്ടോ. ഒരു അടിപൊളി വെള്ളം, ഒരു പ്രത്യേക വെള്ളം അല്ലേ, 2 കളറിലൊക്കെ. ഓക്കെ, വിട്ടോ അടിപൊളി. അപ്പോൾ ജമ്മുവിലേക്ക് ഇനി ഏകദേശം 60 കിലോമീറ്റർ കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് എടുത്താണ്. പിന്നെ ഇതാണ് കട. അപ്പോൾ വാഷ്റൂമില്ല, അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് കാര്യം സാധിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, കംപ്ലീറ്റ് അവിടെ നിന്ന് ഇപ്പം നമ്മൾ ലാസ്റ്റ് ബ്രേക്ക് എടുത്തല്ലോ, അതിന് ശേഷം ഇങ്ങോട്ട് മൊത്തം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ, അതായത് വയനാട്ടിലെ അതേ ഒരു ഭൂപ്രകൃതി ആയിരുന്നു സംഭവം. അതിൽ യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ചേഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലനിരകൾ കണ്ടില്ല അവിടെ, ആ മലനിരകളുടെ അപ്പുറത്തായിട്ട് കുറച്ച് മഞ്ഞുമലകൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുതിരകളും കഴുതകളും. ഈ സംഭവം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ജമ്മുവിലേക്കുള്ള വഴിയിൽ, അതായത് ജമ്മു കാശ്മീരിലെ ജമ്മുവിലേക്കുള്ള വഴിയിൽ നമ്മൾ കറക്റ്റ് വയനാടിൻ്റെ അതേ ഒരു എന്താ പറയുക ഇതാണ് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് 2 സൈഡിലും ഇതേപോലെ ചില സമയത്ത് കൃഷിയിടങ്ങൾ. ഇതാ ഒരു കോഴി എന്നെ നോക്കി നിൽക്കുന്നു. നല്ല നാടൻ കോഴി കേട്ടാ.
അതുപോലെ ബ്രോയിലർ കോഴി 2 ഉണ്ട്, 2 3 ഉണ്ട്, അപ്പുറത്തുണ്ട്. ചെവി ഇങ്ങനെ ഇതായിട്ടുള്ള സാധനം കണ്ടാ, ബ്രോയിലർ കോഴി കണ്ടോ, നല്ല അടിപൊളി ചെവിയാണ്. നാടനാണോ ബ്രോയിലറാണോ അറിയില്ല, പക്ഷേ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ബ്രോയിലർ, പക്ഷേ ബ്രോയിലറിന് ഇങ്ങനെ ചെവി ഇത്ര ഉണ്ടാവാറില്ല. കൺഫ്യൂഷനാണ്. ഫ്രഷ് സാധനമാണ്. എന്നാലും ഇവരെല്ലാം ആരും ഒരാളാണ് ഇന്ന് നമുക്ക് കറിയായിട്ടും ഫ്രൈ ആയിട്ടും മാറിയിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ധാബ. നമ്മുടെ രാജാവ് ശങ്കിച്ച് നിൽക്കുന്നുണ്ട്, ചിന്താവിഷ്ടിയായ രാജാവ്. ചേട്ടൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ കയറുന്നില്ല, കാരണം ഉള്ളിൽ മറ്റേ പരിപാടിയാണ്, നല്ല വെള്ളടിയാണ്. അപ്പോൾ നമ്മൾ പുറത്തിരുന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. വേണ്ട, കോഴി ഉണ്ട, നല്ല രസമല്ലേ കാണാൻ? ആഹാ, എന്താ രസമല്ലേ. അടിപൊളി കോഴികളാണ് കാശ്മീരിലുള്ളത്, മനസ്സിലായല്ലോ. കണ്ട, നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഡ്രൈ എത്തിയിട്ടുണ്ട്. പിന്നെ അതിലൊരു എന്തൊരു ഗ്രേവി ഉണ്ട്, നമ്മുടെ ചമ്മന്തി പോലെ. അപ്പോൾ നമുക്കൊന്ന് ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ബാംഗ്ലൂരിൽ കിട്ടണ ചിക്കൻ കബാബിന് ടേസ്റ്റ് ആയിരുന്നു. ആ കറക്റ്റ് നമ്മുടെ ബാംഗ്ലൂരിലേക്ക് കിട്ടും ചിക്കൻ കബാബ്. അതിന് സാധനം പൊളിയല്ലേ, നല്ല ക്രിസ്പി സാധനമാണ്, അടിപൊളി സാധനം. ഈ ചമ്മന്തി അത്രയ്ക്ക് അങ്ങോട്ട് ഇതില്ല. എന്താണെന്ന് വെച്ചാൽ ഇതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയുള്ളിയും മറ്റേതില്ലേ പുതിന എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചമ്മന്തി മിക്സിയിലടിച്ചിട്ടുണ്ടാക്കി തന്നതാണ്. വലിയൊരു ഗുണമില്ല, പക്ഷേ ഇത് സംഭവം ടോപ്പാണ്. ചിക്കൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ കറി എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് ഉറപ്പാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല തിക്ക് ഗ്രേവിയാണ്. പിന്നെ നാളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ ദുബായിലൊക്കെ നിൽക്കുന്ന സമയത്ത് ബംഗാളികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്യാവശ്യം ഓയിലിയൊക്കെയാണ്. എന്നാലും ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴുത്തന്നാവും അല്ലേ. അപ്പോൾ ഞാൻ കഴുത്തിൻ്റെ പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വിത്ത് സ്കിന്നാണ് കേട്ടോ സംഭവം, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ എന്തിനാണ് സ്കിൻ ഒഴിവാക്കണം മനസ്സിലാവില്ല, സ്കിന്നിന് ഭയങ്കര ടേസ്റ്റാണ്. കൊള്ളാം. ഓവർ സ്പൈസിയും അല്ല, ഓവർ ഉപ്പും കൊള്ളൊന്നുമില്ല, എല്ലാം കൊള്ളാം, നല്ല രസമുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ ജമ്മു കാശ്മീരിൽ കയറിയിട്ട് ആദ്യത്തെ ഫുഡാട്ടോ. വലിയ സ്പേസ് പറയാനില്ല, വലിയ സ്പേസ് പറയാനൊന്നുമില്ല, എന്നാലും തമ്മിൽ ഭേദം. ചപ്പാത്തിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ആ ഞാനാണെങ്കിൽ ചിക്കൻ്റെ ഈ ഇതില്ലേ മജ്ജ വരെ കഴിക്കും, ഒഴിവാക്കില്ല. ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറി പിന്നെ സവാള ഉണ്ട്, ഫുഡ് കഴിച്ച് നമ്മളത് ഇറങ്ങുകയാണ്. കോഴികളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ബില്ല് അത്യാവശ്യം നന്നായിട്ട് തന്നെ തന്നിട്ടുണ്ട്. 500 രൂപ ബില്ലിട്ടുണ്ട്. സാധാരണ ഇങ്ങനത്തെ ചെറിയ കടകളിൽ ധാബയിലും ഇത്ര ബില്ല് വരാറില്ല. പോട്ടെ, ഒരു വഴിക്ക് വന്നതല്ലേ.
അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജമ്മു ടൗണിലാണ്. ജമ്മു ടൗണിൽ നമ്മൾ വന്ന് നോക്കി ഭയങ്കര റഷായിരുന്നു. നമ്മൾ ഇവിടെ റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, ഭയങ്കര റഷാണ്. അപ്പോൾ കുറച്ചും കൂടി ദൂരെ പോയിട്ട് ഇപ്പോൾ കിഷ്ത്വാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് അതിൽ റൂം കിട്ടുകയാണെങ്കിൽ റൂം എടുക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ നേരെ പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. ഔട്ടർ ആയിട്ട് ഭയങ്കര റഷാണ്. ഹോട്ടൽ റൂമിനൊക്കെ 7 days, 7 nights since my head got cut and died. And I've had 7 days since I tried to rip a chapter out my mind. I've tried, and his laugh is just as soft as yours, smiling just as wide. He could be what I like, and his voice is just as dark as yours, freckles just as light. Could be what I desire. Still feels like my hands are tied, hands are tied, hands are tied. 'Cause he's got those stranger eyes, stranger eyes, stranger eyes. And he could be what I like, what I like, what I like. But he's got those stranger eyes, stranger eyes, stranger eyes. നമ്മുടെ നാട്ടിലെ KSRTC പോലെ പഞ്ചാബിലെ KSRTC ആണ് നമ്മുടെ ഈ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പഞ്ചാബിലെ KSRTCയുടെ ആ ഒരു ലുക്ക്. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മളിപ്പോൾ ജമ്മുവിലാണുള്ളത്. ജമ്മു സിറ്റിയിൽ നമ്മൾ പോയിരുന്നു. ഭയങ്കര റഷായിരുന്നു. എന്നെ സംബന്ധിച്ചോളം നമ്മുടെ നാട്ടിൽ നിന്ന് ജമ്മു കാശ്മീർ എന്നൊക്കെ പറയുമ്പോൾ ആ ജമ്മു എന്ന് നമുക്ക് പിന്നെ മനസ്സിൽ വരുമ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു നാച്ചുറലായിട്ടുള്ള സ്ഥലം, പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും എന്താ പറയുക ചിന്തിക്കുക. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ജമ്മുവിൻ്റെ തണുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ വയനാട് തണുപ്പേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ സിറ്റി ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എന്താ പറയുക നിരാശപ്പെടുത്തി. ഭയങ്കര റഷാണ്. പിന്നെ അത്ര ഒരു വൃത്തിയും വെടിപ്പുള്ള നല്ലൊരു വൃത്തിയുള്ള അങ്ങനത്തെ ഒരു സിറ്റിയൊന്നുമല്ല സംഭവം. അങ്ങനെ 2 ദിവസമായിട്ട് ഇപ്പം ഇതുണ്ട് ടെറസ്, ആ റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെറസ് കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് അലക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് റൂം എടുത്തത്. അപ്പോൾ 2 ദിവസമായിട്ട് അലക്കി അതെല്ലാം ഉണക്കി. അപ്പോൾ ഇന്ന് കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ കണ്ടോ ഫുള്ള് ലോറികളാണ്. ഒരറ്റം മുതൽ ഒരറ്റം വരെ ലോറികളുടെ സൗണ്ടും അതിൻ്റെ ഹോണും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പിന്നെന്താ, അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ഇതാ കണ്ട താഴെ ഒരു ചെടി ഞാൻ കണ്ട്. ചെടി എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെന്തോ മൾബറി അങ്ങനെ എന്തോ പറയും, ഒരു ചുവപ്പ് അതേപോലെ കറുപ്പൊക്കെ ഉണ്ടാവും സാധനം, തരിയായിട്ട് നല്ല ചിലപ്പോൾ മധുരമായിരിക്കും ചിലപ്പോൾ പുളിയായിരിക്കും ആ ഒരു സാധനം. നാട്ടിലെ മൾബറി അങ്ങനെ എന്തോ പേര് പറഞ്ഞത്. അപ്പോൾ താഴെ പോയിട്ട് ഞാനൊന്ന് എടുത്തു നോക്കാം. ഞാനത് മൗണ്ട് അബൂന്ന് ഞാനത് കഴിച്ചിരുന്നു. മൗണ്ട് അബൂവിൽ സൺസെറ്റ് പോയിന്റ് കാണാൻ പോയപ്പോൾ ഇങ്ങനെ മറ്റേ കോണ് നമ്മുടെ ഇതില്ലേ കടല തരില്ല കോണാക്കിയിട്ട് നമ്മുടെ പേപ്പറിൽ അതേപോലെ ആക്കിയിട്ട് 20 രൂപയ്ക്ക് തന്നിരുന്നു. അപ്പോൾ അത് തന്നെ ആണോ ഇതും സംശയമുണ്ട്. കണ്ടോ ഇതാണ് ആ ചെടി, പക്ഷേ അത് ഇത് തന്നെ ആണോ എന്നൊരു സംശയം. കാണുന്നില്ലല്ലോ. താഴെ പോയിട്ട് നോക്കാം കിട്ടുമെന്ന്. വീണ് കിടക്കുന്നുണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ കേട്ടാ, ഫുള്ള് നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. കണ്ടമാനുണ്ട് കേട്ടോ. വേണ്ട ഇതാണ് സാധനം. പൊളി.
അപ്പോൾ ഞാൻ പെറുക്കാൻ പോവാണ്. നിലത്തൊക്കെ കാണിച്ചു തരാം. സാധനം ഇങ്ങനെ വീണെടുക്കണേ കണ്ടമാനുണ്ട്. അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെയാണ്? ചുവപ്പൊന്നുമില്ല. കണ്ടോ? ഇതാണ് അതിൻ്റെ മരം. നിറയെ ഉണ്ട്. താഴെ മുഴുവൻ ഓൾമോസ്റ്റ് എല്ലാം പെറുക്കിയെടുത്ത് കണ്ട. ഒരു കവറിൻ്റെ പകുതി വരെ ആയി. ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴുകിയിട്ടേ ഒന്ന് കഴിച്ചു നോക്കണം. എല്ലാം പഴുത്താണ്. ജമ്മുവിൻ്റെ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്തു. ഇത് ഞാൻ രാവിലെ പെറുക്കിയ നമ്മുടെ ഇതില്ലേ മൾബറി ഉണ്ടാവും, അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 1/2 കിലോൻ്റെ മേലുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. നമ്മൾ രാജാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഓവർ പിന്നെ പഴുത്തൊന്നും പറയണ്ട. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിറയുണ്ട്. അത് കഴിച്ചിട്ട് ഇറങ്ങാം. വയറുവേദന പിടിക്കുമെന്തോ, രാവിലെയാണ്, വെറും വയറ്റിലാണ്. പക്ഷെ നല്ലതായിരിക്കും.